നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിരാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് മുറിക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ ചുറ്റും മഞ്ഞുമലകൾ. ഇതൊരു സ്വപ്നമായിരുന്നു. സോ ഇതുപോലൊരു കാഴ്ച ശരിക്കും നേരിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോർജിയയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചത്. സോ വെൽക്കം ടു ഡേ 1 ഇൻ ജോർജിയ. അബുദാബിയിലെ സയദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിസ എന്നൊരു ഫ്ലൈറ്റ് എടുത്തതാണ് നമ്മൾ ജോർജിയയിലെ കുട്ടൈസിലേക്ക് പോകുന്നത്. യാത്ര പോകുന്നതോ 4 വലിയ മനുഷ്യരും ഒരു കുഞ്ഞു മനുഷ്യനും. ദുബായിൽ തന്നെയുള്ളൊരു ട്രാവൽ ഏജൻസി വഴിയാണ് നമ്മൾ ഈ യാത്രയുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. നമുക്ക് ജോർജിയയിൽ പോയി കാണേണ്ട സ്ഥലങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ അവരെ അറിയിച്ചു. അതിനനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, ബഡ്ജറ്റിനനുസരിച്ച് അവർ ഒരു അടിപൊളി ഐറ്റിനറി നമുക്ക് തയ്യാറാക്കി നൽകി. നമ്മൾ കുട്ടൈസി ചെന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മളെയും കാലത്ത് അവിടെ ഒരു പ്രൈവറ്റ് ടൂർ ഗൈഡ് ഉണ്ടാവും, ഒപ്പം ഒരു പ്രൈവറ്റ് വെഹിക്കിളും. UAE നാഷണൽ ഡേയുടെ ഹോളിഡേയ്സ് ടൈമിലാണ് നമ്മൾ ജോർജിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതായത് നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റ് വീക്കിലെ ടൈമിൽ. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല കിടുകിടാ വിറപ്പിക്കുന്ന തണുപ്പായിരുന്നു. ഫസ്റ്റ് ഡേ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കസ്ബേഗിയാണ്. അത് പക്ഷേ കുട്ടൈസിയിൽ നിന്ന് ഏകദേശം ഒരു 3 to 4 hours ഓഫ് ട്രാവലുണ്ട്. പക്ഷേ പോകുന്ന വഴിക്ക് നമുക്ക് മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊക്കെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. സോ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് വരാം. അതാണ് ജിൻ വാലി ഡാം. അതിനോട് ചേർന്ന് കിടക്കുന്ന അനന്നൂരി ഫോർട്രസ്. ഈ ജിൻ വാലി ഡാം ജോർജിയയിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് അരഗ്വി റിവറിൻ്റെ മുകളിലാണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന അനന്നൂരി ഫോർട്രസ്, അതിനകത്ത് 2 ചർച്ച്, പിന്നെ ഒരു വാച്ച് ടവർ, പിന്നെ മറ്റു പല ബിൽഡിങ്സും ഉണ്ട്. 13th സെഞ്ച്വറിയിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ദ ഡ്യൂക്സ് ഓഫ് അരഗ്വി, അവരുടെ കാസിലായിരുന്നു ഈ അനന്നൂരി ഫോർട്രസ്. സ്ഥിരം സ്റ്റോറീസ് തന്നെ. അധികാരത്തിന് വേണ്ടി പല യുദ്ധങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഈ നിൽക്കുന്ന നമ്മുടെ ടൂർ ഗൈഡ് ഡേവിഡ് പറഞ്ഞത്. ഈ കാസിലിനകത്ത് ഒരു സീക്രട്ട് ടണലുണ്ട്. കാസിലിനകത്ത് നിന്നും തൊട്ടടുത്ത പുഴയരികിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ഈ വാട്ടർ ബോഡിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സീക്രട്ട് ടണൽ. അപ്പോൾ ഈ ബാറ്റിൽസൊക്കെ നടക്കുമ്പോൾ കാസിലിനകത്ത് അഭയം പ്രാപിച്ചിരുന്നവർക്കൊക്കെ ഭക്ഷണമോ വെള്ളമോ ഒക്കെ കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ശത്രുക്കൾ ഇവിടെ നിന്നും ഒരു യുവതിയെ പിടികൂടി. അവരുടെ പേര് ആന എന്നായിരുന്നു. അവരുടെ സ്ഥലം നൂറി. കുറേ ടോർച്ചർ ചെയ്തിട്ടും ഈ സീക്രട്ട് ടണലിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് ഇവർ കാണിച്ചു കൊടുത്തില്ല. അവരെ അവസാനം കൊല്ലുകയും ചെയ്തു. സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറായ ഈ യുവതിയുടെ സ്റ്റോറി അവിടെയൊക്കെ ഫേമസ് ആയി. അങ്ങനെ അവരോടുള്ള റെസ്പെക്റ്റിനാണ് ഈ കാസലിന് അനന്നൂരി ഫോർട്രസ് എന്ന് പേരിട്ടത്. അങ്ങനെ അവിടെ നിന്ന് കുറേ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ നീങ്ങി. മഞ്ഞൾ കയറി നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ 4 പേരും അസലായി തലയും കുത്തി താഴെ വീണിട്ടുണ്ടായിരുന്നു. നമ്മളതൊന്നും കാര്യമാക്കിയില്ല. നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും കിട്ടുക എന്നുള്ളതാണല്ലോ നമുക്ക് പ്രധാനം. ഇതാണ് ഡേവിഡിൻ്റെ വണ്ടി. ഇതിലാണ് ഈ ട്രിപ്പ് മൊത്തം നമ്മൾ കറങ്ങിയത്. വീണ്ടും യാത്ര തുടർന്നു. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കസ്ബേഗിയിലെ സ്റ്റെപ്പൻസ് മിൻഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ജോർജിയൻ റഷ്യൻ ബോർഡറിന്
ഒരു 12 കിലോമീറ്റേഴ്സ് മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴി റോഡ് സൈഡിൽ നിറയെ ട്രക്സ് ഉണ്ടായിരുന്നു, നിർത്തിയിട്ടതും മൂവിങ്ങും ആയിട്ടുള്ളത്. ഒന്നുകിൽ റഷ്യയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ജോർജിയയിലേക്ക് വരുന്ന ട്രക്സ് ആയിരുന്നു അത് മുഴുവൻ. സ്റ്റെപ്പൻസ്മിൻഡിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ പേര് കുറോ ഗ്ലാമ്പിംഗ് എന്നാണ്. നമ്മൾ സാധാരണ മൗണ്ടൻസിലൊക്കെ പോയി ക്യാമ്പ് ചെയ്യും, പക്ഷേ അപ്പോൾ അധികം ഫെസിലിറ്റീസോ അല്ലെ ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ക്യാമ്പിങ് ചെയ്യാം. പക്ഷേ ഇത് ഒരു റിസോർട്ട് സ്റ്റൈൽ, കൂടുതൽ ഫെസിലിറ്റീസൊക്കെ ആയിട്ട് ഒരു റിസോർട്ട് സ്റ്റൈൽ ക്യാമ്പിങ്ങിനെയാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാമറുള്ള ക്യാമ്പിങ്ങിനെയാണ് ഗ്ലാമ്പിംഗ് എന്ന് പറയുന്നത്. ജോർജിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് സ്റ്റെപ്പൻസ്മിൻഡ. നമ്മൾ അന്ന് രാത്രി അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും -8 ഡിഗ്രി അങ്ങനായിരുന്നു ടെമ്പറേച്ചർ. എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും ഭംഗിയുള്ള ആ സ്ഥലം നിങ്ങൾ തന്നെ നേരിൽ കണ്ടോളൂ. അങ്ങനെ നമ്മൾ കുറോ ഗ്ലാമ്പിംഗ് എത്തി. ക്ഷീണം മാറ്റാൻ വേണ്ടി എല്ലാവരും നല്ലൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. ഇതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് പരിചയമുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഡിന്നർ അവിടെ പോയി കഴിക്കാമെന്ന് തീരുമാനമായി. സോ നേരെ അവിടെ പോയി നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി ഡിന്നർ കഴിച്ചു. പിന്നെ തലേ ദിവസം അവർ റെസ്റ്റോറൻറ്റ് മുന്നിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ സ്നോമാൻ്റെ കൂടെ നമ്മൾ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നേരെ തിരിച്ച് റൂമിലേക്ക്. ഈ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രഷ്യസ് ഡേ ആയിട്ട് മാറി. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.